അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ആക്റ്റീവേഴ്സ്, പാസീവേഴ്സ്, അതിന് മാറൂഫ് മജൂൽ എന്ന് പറയും. പിന്നെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇതിന് ഫെയില്, ഫായിലും മഫ്ഊൽ എന്ന് പറയും. ഇത്ര വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ കൃത്യമായിട്ട് പറയണം കേട്ടോ. നസ്അലു വനുജീബു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം അതേ വീഡിയോ ഇരുന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലാവില്ലെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കണം. നസ്അലു വനുജീബു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അസവാലു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. കൈഫ എങ്ങനെ, യുജാലു ആക്കപ്പെടും, അൽ ഫിഅലുൽ മാറൂഫ് മാറൂഫായ ഫീലിനെ, മാറൂഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിനെ, മജ്ഹൂലൻ പാസീവ് വോയിസ് എങ്ങനെ ആക്കും. ഇതിലുള്ള അറബിയിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ നിയമം എങ്ങനെയാണ്, അതിൻ്റെ ആൻസർ ഇങ്ങനെ: ലുമ്മ ഫ അൽ ഫിഅലി, ഫാ ഫീലിനെ ലമ്മ് ചെയ്യപ്പെടുക. ഫാ ഫീൽ എന്ന് പറഞ്ഞാൽ ആദ്യ അക്ഷരത്തിന് ലമ്മ് ചെയ്യുക. എന്നിട്ടോ വക്സിർ മാ ഖബലൽ ആഖിർ, അവസാനത്തതിൻ്റെ മുമ്പുള്ളതിന് കിസ്ർ ചെയ്യുക. വക്സിർ എന്ന് പറഞ്ഞാൽ കിസ്ർ ചെയ്യുക. മാ ഖബലൽ ആഖിർ, അവസാനത്തതിൻ്റെ മുന്നുള്ളതിനെ. ഫിൽ മാലി, മാലിയിൽ, മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിലുള്ള നിയമം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തേന് ലമ്മ് ചെയ്യുക, അവസാനത്തതിന് മുന്നുള്ളതിന് എന്ത് ചെയ്യുക? കിസ്ർ ചെയ്യുക. പാസ്റ്റ്, പ്രസൻറ്റ് എന്നും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം, ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ മുന്നുള്ള എല്ലാതും പാസ്റ്റാണ്. നൗ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ്. ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി നടക്കാനുള്ള എല്ലാതും, എല്ലാ ക്രിയകളും, എല്ലാ പ്രവൃത്തികളും നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയാം. പേടിച്ച് പോകരുത്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ പേടിച്ച് ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കേണ്ട വിഷയമുള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസിലാവുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തേന് ലം ചെയ്യണം, അവസാനത്തേന് മുന്നുള്ളതിന് കിസ്ർ ചെയ്യണം. ഇതാണ് അവിടുത്തെ നിയമങ്ങൾ. പ്രസൻറ്റ് ടെൻസ് ഈ അറബിയിൽ 2 ടെൻസേ ഉള്ളൂ. ഒന്ന് പാസ്റ്റാണ്, ഒന്ന് പാസ്റ്റ്. ഓക്കെ. രണ്ടാമത്തെ പ്രസൻറ്റും ഫ്യൂച്ചറിനും ഒരേ ഫോമാണുള്ളത്. പ്രസൻറ്റിനും ഫ്യൂച്ചറിനും ഒരേ ഫോമാണ്. ഇംഗ്ലീഷിൽ ഇതിനൊക്കെ വളരെ വ്യത്യസ്തമായ ഫോമുകളുണ്ട്. ഇവിടെ പാസ്റ്റിൽ തന്നെ 4 ഫോമുകളുണ്ട്, പ്രസൻറ്റിൽ 4 ഫോമുകളുണ്ട്, പിന്നെ ഫ്യൂച്ചറിൽ 4 ഫോമുണ്ട്. ടോട്ടൽ 12 ഫോമുകളുണ്ട്. ഇത് ആക്റ്റീവേഴ്സ് ആകുമ്പോൾ, മാറൂഫ് ആകുമ്പോൾ. അതുപോലെ തന്നെ പാസീവേഴ്സിലും ഇതേപോലെ തന്നെ 4 ഫോമുകളുണ്ട്. പാസ്റ്റിലുണ്ട് 4, പ്രസൻറ്റിൽ 4 ഉണ്ട്, ഫ്യൂച്ചറിൽ 4 ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 24 ടെൻസുകളുണ്ട്. ടെൻസിൻ്റെ വകഭേദങ്ങൾ. ടെൻസ് 3 കാലഘട്ടമുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായ, എന്നാൽ അറബിയിൽ അങ്ങനെ ഒന്നുമില്ല. അറബിയിൽ വളരെ സിമ്പിളാണ്. ഒന്ന് പാസ്റ്റാണുള്ളത്, ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, മാലി എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മുലാരി എന്നാണ് പറയുക. ഈ നൗവും, അതായത് പ്രസൻറ്റിനെ സംബന്ധിച്ചും ഫ്യൂച്ചറിന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാനുള്ളതും, ഇതിന് ഒരേ ഫോമുള്ളൂ അറബിയിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഉത്തരം മാലിയിൽ നമ്മൾ പറഞ്ഞു. ഇനി ഉദാഹരണം, നമ്മൾ കുറച്ച് ഉദാഹരണം കാണിക്കാം. ഫഅല, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു. അതിനെങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് ആക്കുക? ആദ്യത്തെ അക്ഷരത്തിന് ലം ചെയ്തു, അവസാനത്തിന് മുമ്പുള്ളതിന് കിസ്ർ ചെയ്തു. ഓക്കെ, ചെയ്യപ്പെട്ടു. ഇത് ചെയ്തു എന്നാണെങ്കിൽ ഇത് ചെയ്യപ്പെട്ടു ഇതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് കത്തല, ഫസ്റ്റ് കത്തല, ഇതിനെങ്ങനെയാണ് മാറൂഫ മജ്ഹൂലാക്കുക? മജ്ഹൂലാക്കുക, ആദ്യത്തേന് ലം ചെയ്തു, അവസാനത്തിന് മുമ്പുള്ളതിന് കിസ്ർ ചെയ്തു. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു, കൊന്നു എന്നാണ് കത്തല എന്ന് പറഞ്ഞു. കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു. ഇനി അടുത്തത് ഷരിബ. ഷരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു, ഡ്രിങ്ക്, കുടിച്ചു. അതിനെങ്ങനെയാക്കും? ആദ്യത്തേന് ലം ചെയ്താൽ മതി, ഷൂ എന്നാവും. പിന്നെ രീ അങ്ങനെ തന്നെ ആവും, ഷുരീബ എന്നാവും. അപ്പോൾ കുടിക്കപ്പെട്ടു, കുടിക്കപ്പെട്ടു എന്നാവും. നസ്ര, സഹായിച്ചു എന്ന അർത്ഥമുള്ളത്, സഹായിച്ചു. നസ്ര എന്ന് പറഞ്ഞാൽ സഹായിച്ചു. ഒക്കെ പാസ്റ്റാണ് കേട്ടോ. പാസ് എന്ന് പറഞ്ഞാൽ ചെയ്തു, 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 ചെയ്തു എന്ന് പറയുന്നതിനാണ് നമ്മൾ പാസ് എന്നറിയാം. ആ അർത്ഥമാണ് കിട്ടുക എല്ലാത്തിലും. നസ്ര, സഹായിച്ചു. അപ്പോൾ ഇതിന് ലം ചെയ്തു, അവസാനത്തേന് കിസ്ർ ചെയ്തു, നുസിറ. സമിയ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. കേട്ടു, ഇംഗ്ലീഷിൽ നമ്മൾ ഹിയർ എന്ന് പറയും. സമിയ, ഇവിടുത്തേന് ആദ്യത്തേന് എന്ത് ലമ്മയ്യ, അവസാനത്തേന് ഓൾറെഡി കിസ്റാണുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, സുമിയ എന്നാവും. അപ്പോൾ കേൾക്കപ്പെട്ടു എന്നാവും. ലറബ, ലറബ, അടിച്ചു എന്നാണ്. അപ്പോൾ ഇതിന് ലമ്മ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഫത്ത ആയതുകൊണ്ട് ഇവിടെ കിസ്റ ചെയ്യുക. അപ്പോൾ ലുരീബ എന്നാവും, അടിക്കപ്പെട്ടു. ഇനി മുലാരിയിലാവുമ്പോൾ മറ്റൊരു നിയമമുള്ളത്. മുലാരി ആവുമ്പോൾ എന്താണ് നിയമമുള്ളത്? മുലാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒന്ന് തന്നെയാണ് അറബിയിലുള്ളത്. ഉലുമും, ലമ്മ് ചെയ്യുക. ഉലുമും എന്ന് പറഞ്ഞാൽ നീ ലമ്മ് ചെയ്തോ. ഹർഫൽ മുലാറാത്തി, മുലാറാത്തിൻ്റെ ഹർഫ്. മുലാറാത്തിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ 4 ഹർഫുകളുണ്ട്. ഒന്ന് നമ്മുടെ യാ ആണ്, രണ്ടാമത്തത് താ ആണ്, മൂന്നാമത്തെ അംസ അല്ലെങ്കിൽ അലിഫാണ്, നാലാമത്തത് നൂനാണ്. ഈ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ടായിരിക്കും ഈ ഫ്യൂച്ചർ ടെൻസ് തുടങ്ങുക. 4ത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, നമുക്ക് ഉദാഹരണത്തിൽ കൂടുതൽ മനസ്സിലാക്കാം. ഹർഫൽ മുലാറാത്ത്. വഫ്തഹ് മാ ഖബലൽ ആഖിരി,
അവസാനത്തിന് വഫ്ത എന്ന് പറഞ്ഞാൽ നീ ഫത്ത് ചെയ്തോ മാ കബുലൽ ആഖരി അവസാനത്തതിൻ്റെ മുമ്പുള്ള ഒന്നിന്. അപ്പോൾ അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് നമ്മൾ എന്താണ് ഫത്തഹാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ അക്ഷരത്തിന് അതായത് മുലാറാത്തിൻ്റെ അർഫായിരിക്കും. ആ മുലാറാത്തിൻ്റെ അർഫിന് ലമ്മാണ് ചെയ്യുക. അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫത്തഹാണ് ചെയ്യുക. നേരത്തെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മുലാറാത്തിൻ്റെ അർഫ് എന്ന് പറഞ്ഞിട്ട് 4 അർഫുണ്ട്. അതേ പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ അവിടെ കിസ്റാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഫത്തഹാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണം യുഫ്തഹു. യുഫ്തഹു എന്ന് പറഞ്ഞാൽ ആദ്യത്തേന് ലം ചെയ്തു, അവസാനത്തേന് മുമ്പുള്ളതിന് എന്ത് ചെയ്തു? ഫത്തഹ് ചെയ്തു. ഓക്കെ. യുഫ്തഹു എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടും. യുജാലു അല്ലെങ്കിൽ തുറക്കപ്പെടുന്നു എന്ന് അർത്ഥം വെക്കട്ടോ. യുജാലു എന്ന് പറഞ്ഞാൽ ആക്കപ്പെടും. യുജാലു എന്ന് പറഞ്ഞാൽ ആക്കപ്പെടും. ആദ്യത്തേന് യാലാണ് തുടങ്ങിയത്. നോക്കിക്കോളൂ, യാ മുലാറാത്തിൻ്റെ അർഫാണ് കേട്ടോ. അതിന് ലം ചെയ്തു. അവസാനത്തിന് മുമ്പുള്ള അതിന് എന്ത് ചെയ്തു? ഫത്ത് ചെയ്തു. നമ്മൾ നേരത്തെ മാദിയിലാകുമ്പോൾ കിസ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ യുദ്ക്കറു. യാന് എന്ത് ചെയ്തു? നമ്മൾ ലം ചെയ്തു. അവസാനത്തിന് മുമ്പുള്ളത് ഫത്ത് ചെയ്തു. ഓക്കെ, റെഡി. ഈ യുദ്ക്കറു എന്ന് പറഞ്ഞാൽ പറയപ്പെടും. യുക്രമു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടും. ആദ്യത്തിന് ലം ചെയ്തു, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത് ചെയ്തു. യുക്രമു. ഇനി യുഹറമു എന്ന് പറഞ്ഞാൽ ഹറാമാക്കപ്പെടും. ആദ്യത്തിന് ലം ചെയ്തു, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത് ചെയ്തു. ഇനി നഖർ, കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെടാം. നഖർ അംസിലത്തും മിനൽ ഖുർആൻ ഷരീഫ്. ഖുർആൻ ഷരീഫിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കാം. ഖുർആൻ ഷരീഫിൽ ഈ ഒരു മാലിയിലുള്ള നമ്മുടെ ഈ പാസീവ് വോയിസ് എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മജ്ഹൂലായ ഫീൽ. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഒരായത്താണ് ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യനെ പടക്കപ്പെട്ടു. ലഈഫ ബലഹീനനായി, ദുർബലനായി മനുഷ്യനെ പടക്കപ്പെട്ടു. ആര് പടച്ചു എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് നമുക്കിതിനെ മാറൂഫ് എന്ന് പറയാം. പിന്നെ അവിടെയുള്ള എല്ലാ നിബന്ധനകളും ഒപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരത്തിന് ലമ്മായി, അവസാനത്തിന് മുമ്പുള്ളത് കിസ്റായി. അപ്പോൾ മാലിയിലുള്ളത് എന്താണ്? അത് മജ്ഹൂലാണ്, മാറൂഫ് അല്ല, മജ്ഹൂലാണ്. ഓക്കെ. ഇനി അടുത്തത് ഒബുസ്സത്തിൽ ജിബാലു ബസ്സ. ഒബുസ്സത്തിൽ ജിബാലു ബസ്സ. പർവ്വതങ്ങളെ പൊടിയാക്കപ്പെട്ടു. എന്താണ് അർത്ഥം? ഒബുസ്സത്തിൽ പൊടിയാക്കപ്പെട്ടു. അൽജിബാലു പർവ്വതങ്ങളെ പൊടിയാക്കപ്പെട്ടു. അപ്പം നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ബു ലമ്മന്നു, അവസാനത്തിന് മുമ്പുള്ളത് ബുസ്സത്ത്, അവസാനത്തിന് മുമ്പുള്ളതിന് കിസറാണ്. ഇവിടെ ഡബിൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഡബിൾ അക്ഷരം ഉണ്ട്. സാ എന്ന് പറയുമ്പോൾ ഡബിൾ സാ ഉണ്ട്. അപ്പോൾ ബുസ്സ എന്ന് തന്നെയാണ് പറയുക. ബുസ്സത്തിൽ ജിബാലു ബസ്സ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബുസ്സത്ത് എന്നുള്ള അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്തു? കിസ്ർ ചെയ്തു. അപ്പോൾ കിസ്ർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ 2 സീൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് കിസ്ർ അവിടെ കാണൂല എന്നുള്ളൂ. നോക്കട്ടെ, ഓൾറെഡി അവിടെ ചെയ്തിട്ടുള്ളത് കിസ്റാണ്. ബുസ്സത്തിൽ ജിബാലു ബസ്സ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തിന് മുമ്പുള്ളതിന് ഇവിടെ കിസ്ർ ഹക്കീക്കത്തിലുണ്ട്. പർവ്വതങ്ങളെ പൊടിയാക്കപ്പെട്ടു. ആരാണെന്നുള്ളത് അള്ളാണ്. അപ്പോൾ നമ്മൾ ഫായിലിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന് മജ്ഹൂലായ ഫീൽ എന്ന് പറയും. അതായത് പാസിവേഴ്സ് എന്ന് പറയും. വഫുത്തിഹത്തിൽ സമാഉ. അപ്പോൾ ഇവിടെയുള്ള ഫുത്തിഹത്ത്, ഇവിടെ എന്താണ് ഉള്ളത്? ഫുത്തിഹത്ത് ആദ്യത്തേന് ലം ചെയ്തു, രണ്ടാമത്തേന് അവസാനത്തേന് മുമ്പുള്ള. അതേതാണ് അവസാനത്തെ അക്ഷരം? ഇവിടത്തിലുള്ളത് അവസാനത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഹാ ആണ്. ഈ ഹാ ഇന്ന് ശേഷം തായ്ക്കും എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യം ഉണ്ടായിരിക്കും. ഇത് മുഅന്നസ് എന്ന് പറയും, നമ്മൾ ഫീമെയിൽ എന്ന് പറയും. ഫീമെയിൽ എന്ന് പറയും. അത് നമ്മൾ ഇംഗ്ലീഷിൽ ഇനി ആ അധ്യായം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തായ് എക്സ്ട്രാ വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവസാനത്തിൻ്റെ മുമ്പുള്ള ശരിക്കും ഈ അക്ഷരമാണ്, തീ എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്തു? കിസ്ർ ചെയ്തുകൊണ്ട് ആകാശത്തെ തുറക്കപ്പെട്ടു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഖുർആനിൽ കുറച്ച് ആയത്തുകൾ നൽകിയിട്ടുണ്ട്. അതിലും മജ്ഹൂലായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം മാദിയായ ഫീലാണ്. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ചെയ്യാം. നജാലുൽ അഫ്ആലുൽ ആത്തിയ മജ്ഹൂല. ഈ പറയപ്പെടുന്ന നജലു ആക്കുക, നമ്മളാക്കുന്നു. അൽ അഫ്ആലുൽ ആത്തിയ ഈ പറയപ്പെടാൻ പോകുന്ന ഫിയലുകളെ, വെർബുകളാക്കുന്നു. മജ്ഹൂലാക്കുന്നു. എന്ത് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവേഴ്സ് അല്ല, പാസിവേഴ്സ് ആക്കണം, മജ്ഹൂലാക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഖറഅ. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഖറഅ അബി ഖുർആൻ. എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഖുർആനോദി. എൻ്റെ ഉപ്പ ഖുർആനോദി. ഖറഅ എന്ന് പറഞ്ഞാൽ ഓതി. അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഓതി. ഖുർആനോദി. ഇന്ന് ഇവിടെ ആരാണ് ഓതി എന്ന് കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾക്ക് മാറൂഫായ ഫീൽ ഇവിടെ എന്താക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മജൂലാക്കുക, പാസീവ് വോയിസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? നമ്മളിവിടെ നിയമം ഉണ്ട്. ആദ്യത്തെ അക്ഷരത്തിന് ലം ചെയ്തു, ഓക്കെ റെഡി. രണ്ടാമത്തേന് നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് അവസാനത്തിന് മുമ്പുള്ളതിന് നമ്മൾ കിസർ ചെയ്തു, അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഫായിൽ പാടില്ല, സബ്ജക്റ്റ് ഇവിടെ പാടില്ല, ഇതിനെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഈ ഖുർആന ഈ മഫൂലും ബിഹി അതായത് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നിട്ട് അതിന് ലം കൊടുത്തു. എന്ത് കൊടുത്തു? അതിന് ലം കൊടുത്തു. ഫായിലിൻ്റെ അതേപോലത്തെ ഏറാബ് കൊടുത്തു എന്ന് പറയും. അക്ഷരം കൊടുത്തു, അതിന് അതേപോലെ കൊടുത്തു. അപ്പോൾ കുറിയൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടു. അപ്പോൾ നിങ്ങളൊരു ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഇവിടെ അബി എന്ന് പറഞ്ഞിടത്ത് കിസറല്ലുള്ളത്, അബുൻ എന്നാണ് ഉള്ളത്. കറ അബുൻ ഖുർആന, ഉപ്പ ഖുർആന്. പക്ഷെ യാ വന്നത് കൊണ്ട് ആ യായിനോട് യോജിച്ച് നമ്മൾ കിസർ ചെയ്തു എന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് എന്തെന്നെയാണ്? ലമ്മ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അക്കലത്ത് ബക്കറത്തുൻ സറാ അഖി. അക്കലത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു, ബക്കറത്തുൻ പശു, സറാ അഖി എൻ്റെ സഹോദരൻ്റെ എന്ത് കൃഷി, എൻ്റെ സഹോദരൻ്റെ കൃഷി പശു എന്ത് ചെയ്തു? തിന്നു, ഭക്ഷിച്ചു അല്ലെങ്കിൽ തിന്നു. അപ്പോൾ ഇവിടെ പശുവാണ് തിന്നതെന്ന് നമ്മൾ സബ്ജക്റ്റിനെ പറഞ്ഞിട്ടുണ്ട്, ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? മാറൂഫായ ഫീലാണ്, മജൂലല്ല. നമ്മൾക്ക് ആക്കേണ്ടത് എന്താണ്? മജൂലാണ് ആക്കേണ്ടതുള്ളത്. അപ്പോൾ ഇതിനെന്ത് മാറ്റിയാൽ മതി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ താവ് വന്നത് ഇവിടെ മുഅന്നസ് ആയതുകൊണ്ടാണ്, ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ താവ് കൊടുക്കുക. അറബിയിലുള്ള ഒരു നിയമമാണ്, എപ്പോഴും ഫീമെയിൽ ഫാത്തിമ എന്ന് പറയുമ്പോൾ അവിടെ അവസാനത്തിൽ ഒരു താവ് ഉണ്ടാവും അല്ലേ? ഐഷ എന്ന് പറയുമ്പോൾ ഒരു താ ഉണ്ടാവും. അറബിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഈ താ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ താ എക്സ്ട്രാ ആണ്. അപ്പോൾ നമ്മൾ ഈ തായിനെ ശരിക്കും കൂട്ടില്ല അതിൽ. അപ്പോൾ ഉക്കില എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇതിന് ലംബ് കൊടുക്കും, അവസാനത്തിന് മുമ്പുള്ളതിന് കിസ്ർ കൊടുക്കും. അപ്പോൾ ഉക്കില സറോ, സറോ എന്ന് പറഞ്ഞ മഫൂലല്ലേ? മഫൂൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് നമ്മൾ എന്തുകൊണ്ടു? ഫായിലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു, ഫായിലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഉക്കില സറോ അഖി, എൻ്റെ സഹോദരൻ്റെ കൃഷിയെ തിന്നപ്പെട്ടു. ആരാണെന്നില്ല, നമ്മൾ നേരത്തെ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പശുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറയുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, അൽഹംദുലില്ലാ. ഇനി അടുത്തത് ഫറളല്ലാഹു സൗമ, അള്ളാഹു നോമ്പിനെ നിർബന്ധമാക്കി, നോമ്പിനെ നിർബന്ധമാക്കി. ഇവിടെ ആരാ നിർബന്ധമാക്കി? അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാറൂഫാണ് ഫീല്. ഓക്കെ റെഡി. മാലിയായ ഫീലാണ്. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി അതിനെ നമുക്ക് മാറ്റണം, എന്താണ്? മാറൂഫ് ആക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ആദ്യത്തെ അക്ഷരത്തിന് ലം ചെയ്തു, അവസാനത്തിൻ്റെ മുമ്പുള്ള ഇതല്ലേ റാ, അതിന് കിസ്ർ ചെയ്തു. അപ്പോൾ ഫുരില എന്നല്ലേ വായിക്കുക? ഫുരില. അള്ളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ, അതിനെന്തെടുത്ത് മാറ്റിയാൽ മതി? അള്ളാന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാനെ എടുത്ത് മാറ്റുക, ഇവിടുന്ന് മാറ്റിയാൽ. എന്നിട്ട് ഈ മഫ്ഊല് ബിഹി, ഈ മഫ്ഊല് ബിഹിനാണ്ട് പ്രദർശിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇറാബ് ഈ അള്ളാൻ്റെ ഈ ലമ്മുണ്ടല്ലോ ഇതിന് കൊടുത്താൽ മതി. അപ്പോൾ ഫുരില സൗമൂന്നാവും. ഞാൻ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫുരില സൗമൂന്നാവും. ഓക്കെ റെഡി അല്ല? നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു, നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു. ആരാണെന്നുണ്ടാവില്ല, അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി യഹുജ്, അടുത്ത ഉദാഹരണം യഹുജു നാസു ബൈത്തല്ലാ, ജനങ്ങൾ അള്ളാഹുവിൻ്റെ വീടിനെ ഹജ്ജ് ചെയ്യുന്നു. യഹുജു ഹജ്ജ് ചെയ്യുന്നു, അന്നാസു ജനങ്ങൾ, ബൈത്തല്ലാ അള്ളാഹുവിൻ്റെ വീട്ടിനെ ഹജ്ജ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇത് മുലാരിയായ ഫീലാണ്. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആവാം, നമുക്ക് അർത്ഥം വെക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് അർത്ഥം വെക്കാം. അറബിയിലുള്ള പ്രത്യേകതയാണ്, രണ്ടിനും ഒരേ ഫോമാണുള്ളത്. അപ്പോൾ യഹുജുന്നാസു ബൈത്തല്ലാ അള്ളാഹുവിൻ്റെ വീട്ടിനെ ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിന് നമുക്ക് മാറൂഫ് എന്താണ്? ഇവിടെ നമ്മൾ നിയമം എന്താ പറഞ്ഞാൽ, ആദ്യത്തെ അക്ഷരം അതിന് മുലാറത്തിൻ്റെ യാ ആണ് ഇത് ഉള്ളത്, അതിനെന്ത് ചെയ്യുന്നു? ലമ്മ് ചെയ്യുന്നു. പിന്നെ അവസാനത്തതിൻ്റെ മുന്നുള്ള അക്ഷരം ഏതാണത്? അവസാനത്തിന് മുന്നേ ഉള്ളത് ഹൂ എന്നല്ലേ? അവിടെ എന്താണ്? ഫത്ത് ചെയ്യണം, ഫത്ത് ചെയ്തു. അപ്പോൾ യു ഹജ്ജു എന്നാവും. പിന്നെ നമുക്ക് ഇതിനെ മാറ്റണം, ജനങ്ങൾ എന്നുള്ളതിനെ മാറ്റണം. അപ്പോൾ ഇതാണ് ഉണ്ടാവുക, ഇത് ഒബ്ജക്റ്റിന് നമുക്ക് ഇതിൻ്റെ ഹർക്കത്ത് കൊടുക്കണം, ലമ്മല്ലേ? അപ്പോൾ ബൈത്തുള്ള എന്നുണ്ടാവുള്ളൂ, ഇതുണ്ടാവില്ല, ബൈത്തു എന്നാവും. അതിന് നായിബ് ഫായിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നായിബ് ഫായിലാക്കും. അത് നായിബ് ഫായിലിൻ്റെ പകരം വന്ന ആൾ. അപ്പോൾ യുഹജ്ജു ബൈത്തുള്ള എന്നായി. അപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നുക്കമ്മിലു ബിനായിബിൽ ഫായിലി, നായിബ് ഫായിൽ അൽ മുനാസിബി, മുനാസിബായ യോജിച്ചത് കൊടുക്കണം. അത് നമുക്ക് യോജിച്ചത് എന്തൊക്കെ തോന്നുന്ന അതൊക്കെ കൊടുക്കുക കേട്ടോ, അത് യോജിച്ചാൽ മതി എന്നുള്ളൂ. യുസ്റവ് നമ്മൾ കൊടുത്തിട്ടുള്ള പദം ഏതാണ്? യുസ്റവ് എന്ന് മാത്രമാണ്. യുസ്റവ് എന്ന് പറഞ്ഞാൽ കൃഷി നടത്തപ്പെട്ടു. അപ്പോൾ ഇവിടെ
മജ്ഹൂലാണ്, മജൂഹൂലാണ്. യുസ്റൗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ലമ്മാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനത്തിൻ്റെ മുന്നിലുള്ളതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവും ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ്. മുലാരി എന്ന് പറയും അറബിയിൽ, മുലാരിയിലുള്ളതാണ്. ഇനി എന്താണ്? നെല്ലിന്, നെല്ല് എന്ന് നല്ല ഓപ്ഷനാണ്. നെല്ല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷി ആവാം. അപ്പം നെല്ലിന് എന്ത് ചെയ്യപ്പെട്ടു? നടപ്പെട്ടു, കൃഷി നടപ്പെട്ടു. നെല്ല് കൃഷി ചെയ്യപ്പെട്ടു, നെല്ല് കൃഷി ചെയ്യപ്പെട്ടു. ഇവിടെ എന്താണ്? ഇതിനെ നായിബ് ഫായിലിനെ നമ്മൾ കൊണ്ടിട്ട് ഇവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്. നായിബ് ഫായിലിനെ കൊടുത്തിട്ടുണ്ട്. ആരാണെന്ന് പറഞ്ഞിട്ടില്ല, അതാണ്. ഇനി അടുത്തത് നമ്മൾ ബുക്കിൽ കിതാബിൽ കൊടുത്തിട്ടുള്ളത് സുരിഖത്ത്, കക്കപ്പെട്ടു എന്നാണ്. സുരിഖ എന്ന് പറഞ്ഞാൽ കക്കപ്പെട്ടുക, കക്കപ്പെട്ടു. അസയ്യാറത്ത്, ഇവിടെ താ ഉണ്ടായത് കൊണ്ട് താഴുള്ള ഒരു ഉദാഹരണം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മുഅന്നസ് എന്ന് പറയാം അറബിയിൽ. അപ്പോൾ സുരിക്ക അത് മാലിയിൽ തന്നെയാണ്, പാസ്റ്റ് ടെൻസിൽ തന്നെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. സുരിക്കത്ത് സയ്യാറത്തു, സയ്യാറത്ത് ആയതുകൊണ്ടാണ് ഈ താ ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ സുരിക്ക ആദ്യ അക്ഷരത്തിന് ലം ചെയ്യുന്നു, അവസാനത്തിൻ്റെ മുന്നുള്ളത് ഇതല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് അവസാനത്തിൻ്റെ മുന്നുള്ളത്. ഇനി അടുത്ത ഉദാഹരണം, ഇത ഷംസു കുവീറത്ത്, ഇത ഷംസു കുവീറത്ത്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളൂ? കുവീറത്ത്, ഇതാ കുവീറത്ത് എന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മുഅന്നസായ മുഅന്നസ് കൊടുക്കണം. മുഅന്നസാണ് ഷംസ് എന്നുള്ളത്, മുഅന്നസാണ്. അപ്പോൾ ഇത ഷംസു, സൂര്യൻ, സൂര്യൻ എന്ത് ചെയ്യപ്പെട്ടു? കുവീറത്ത്, സൂര്യൻ ഉദിച്ചപ്പോൾ കുവീറ. അപ്പോൾ ഇത് ഷംസ് കുവീറത്ത് എന്നുള്ള ഉദാഹരണം നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ കുവീറ എന്ന് കൊടുത്തതിന് കാരണം ഷംസ് എന്നുള്ളതിൻ്റെ എന്താണ്? ഇവിടെ ഇതിനെ മാറൂഫായിട്ട് ഉച്ചരിച്ചു എന്നുള്ളതാണ്. നമ്മൾ എന്ത് കൊടുത്തു? നായിബ് ഫായിലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നായിബ് ഫായിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇൻഷാല്ലാ കൂടുതൽ വിവരണമായിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാം. നുലാഹിദുൽ ജദ്വല, ഈ ജദ്വലിനെ പൂർത്തീകരിക്കുക, ഈ പട്ടികയെ പൂർത്തീകരിക്കുക. അൽ ഫീലു ഫായില് മഫൂല്, അൽ ഫീലു നായിബ് ഫായില്. അപ്പോൾ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെർബാണെന്ന്. ഫായിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, മഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ്. ഫീല് പിന്നെ നായിബ് ഫായിൽ, നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ മഫൂൽ ബി, ഒബ്ജക്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി കത്തല എന്ന് പറഞ്ഞു, കത്തലൽ അസദു അർണബ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സിംഹം. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം, അർണബിനം, അർണബ് എന്ന് പറഞ്ഞാൽ മുയൽ, മുയലിനെ കൊന്നു. ഇത് എന്താണ്? മാറൂഫായ ഫീലാണ്. അതിനെന്താക്കണം? നമുക്ക് ജദ്വലിലും മജൂലാക്കി കൊടുത്തിട്ടുണ്ട്. കുത്തിലൽ അർണബു, അർണബിനെ എന്ത് ചെയ്യപ്പെട്ടു? മുയൽ കൊല്ലപ്പെട്ടു, മുയൽ കൊല്ലപ്പെട്ടു. അപ്പോൾ കുത്തില എന്നാക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്. കുത്തില ഒന്നാമത്തേന് എന്ത് ലം ചെയ്യുന്നു, അവസാനത്തേന് ഒന്നുള്ളതിന് കിസ്ർ ചെയ്യുന്നു. ഓക്കെ, റെഡി. അടുത്തത് ലറബൽ വലതുൽ അഖറബ, കുട്ടി തേളിനെ അടിച്ചു, കുട്ടി തേളിനെ അടിച്ചു. ഇത് എന്താണ്? മാറൂഫായ ഫീലാണ്, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി അതിനെങ്ങനെ മാറ്റാം? ഇവിടെ ലൊരിബ എന്നാക്കിയാൽ മതി. ലമ്മ എടുക്കുക, അവസാനത്തിനുള്ളതിന് കിസ്ർ കൊടുക്കുക. ലൊരിബൽ അഖറബു. ഇതിനെ നമ്മൾ എന്തിൻ്റെ സ്ഥാനത്ത് നിർത്തി? പറഞ്ഞോളൂ. ഇതിനെ നമ്മൾ മഫൂൽ ബിന്റെ സ്ഥാനത്ത് നിർത്തി. അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ള? മഫൂൽ ബിന്റെ സ്ഥാനത്ത് നിർത്തണം. ലൊരിബൽ അഖറബു. ഇനി അടുത്തത് നസറൽ ഗനിയുൽ ഫഖീറ, ധനികൻ. ഗനി എന്ന് പറഞ്ഞാൽ ധനികൻ, ഫഖീർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ. നസറൽ ഗനിയു, പണമുള്ളവൻ പണമില്ലാത്തവനെ സഹായിച്ചു. ഇതിനെ എന്ത് ചെയ്താൽ മതി? നുസിറ എന്നാക്കിയാൽ മതി. ഇതിനുണ്ട് കളയാ, ടക്ക്, നുസിറ, വനീനെ കളഞ്ഞാൽ മതി. എന്നിട്ട് ഇവിടെ ലംബം കൊടുത്താൽ മതി. നുസിറൽ ഫഖീറു എന്നാകും. ഒക്കെ കിട്ടി, ഇവിടെ കിട്ടി കേട്ടോ. ഇനി അടുത്തത് ഫതഹത്തിൽ ബിന്തു അൽബാബ, പെൺകുട്ടി. ഫതഹത്തിൽ ബിന്തു അൽബാബ, പെൺകുട്ടി വാതിൽ തുറന്നു. അപ്പോൾ ഇവിടെ ഫായിൽ ആരാണ്? പ്രവൃത്തി ചെയ്ത ആളാണ്, പെൺകുട്ടിയാണ്. ഇനി ഇവിടെ എന്താ ചെയ്താൽ? ഒന്നാമത്തെ അക്ഷരത്തിന് ലംബം കൊടുക്കുക, അവസാനത്തിന് മുന്നുള്ള ഇതാട്ടോ. താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? തീ എന്ന് കൊടുത്താൽ മതി. ഫുത്തിഹത്തിൽ ബാബു എന്ന് കൊടുത്താൽ സെറ്റായി. ഓക്കെ. ഇനി കസറത്തിൽ ഹിറത്തു സുജാജത്ത, പൂച്ച ഗ്ലാസ് പൊട്ടിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ഹിറത്ത്, സുജാജത്ത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോൾ കസറത്ത് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മാലിയ ഫീലാണ്. ഇവിടെ താവ് വന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഅന്നസ് ആയതുകൊണ്ടാണ്, സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അപ്പോൾ കുസിറ എന്നാക്കിയാൽ മതി. കുസിറത്ത് സുജാജത്തു, ഗ്ലാസ് പൊട്ടിക്കപ്പെട്ടു. കിട്ടിയല്ലോ. ഇനി മുലാരിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. യക്തുബുൽ ഉസ്താദുർ റിസാലത്ത, ഉസ്താദ് കത്ത് എഴുതും എന്നും പറയാം, എഴുതുന്നു എന്നും അർത്ഥം പറയാം കേട്ടോ. യക്തുബുൽ ഉസ്താദു അർ റിസാലത്ത, കത്ത് എഴുതുന്നു. ഇവിടെ നമുക്ക് ഇതിനെന്താക്കണം? മാറൂഫാക്ക്. ഇതിനെ നമുക്ക് മജ്ഹൂലാക്കണം. ഇത് മാറൂഫായ ഫീലാണ്, ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ നിയമം? ആദ്യത്തിന് ലം ചെയ്യുന്നു, അവസാനത്തിന് ഫത്ത് ചെയ്യുന്നു. മുലാരിയിൽ അങ്ങനെ കേട്ടോ നിയമം. അപ്പം നമ്മൾ തുക്തബുർ റിസാലത്തു, കത്ത് എഴുതപ്പെടും.
ഇനി അടുത്തത് തഖ്റഉൽ ഉമ്മുൽ ഖുർആന, ഉമ്മ ഖുർആൻ ഓതുന്നു, ഉമ്മ ഖുർആൻ ഓതുന്നു. ഇവിടെ താവ് കൊടുത്തതിൻ്റെ കാരണം മുതാരിയിൽ ഇങ്ങനെയാണ് നിയമം. ഉമ്മ സ്ത്രീലിംഗം ആയതുകൊണ്ട് ആദ്യത്തിൽ തന്നെ താവ് കൊടുക്കും കേട്ടോ. അത് വേറെയാണ്, നമ്മൾ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുമായിരിക്കും ഇൻഷാ അല്ലാ. അപ്പം നമ്മളിവിടെ എന്താണ് തുഖ്റൗ എന്ന് എഴുതണം, തൂ എന്നാക്കണം. ലാസ്റ്റത്തിൻ്റെ മുന്നുള്ള എനിക്ക് എന്ത് ചെയ്യണം, ഫത്ത തന്നെയാണ് ഓൾറെഡി ഉള്ളത്, അത് അതിനെ നിലനിർത്തുക. അപ്പോൾ യുഖ്റഉൽ ഖുർആനു, ഇവിടെ എന്താ യുഖ്റൗ എന്ന് കൊടുക്കാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ആയതുകൊണ്ട് തഖ്റൗ എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഖുർആനാണ് ഇതിൻ്റെ ഫായിലിനനുസരിച്ച് ഇത് മാറും. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞൊരു പുരുഷനാണ്, അതായത് പുരുഷലിംഗമാണ്, സ്ത്രീലിംഗമല്ല. അതുകൊണ്ടാണ് യുഖ്റൗ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, അതും ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുക. ഇനി തഫ്തഹുൽ ഖാദിമത്തുൽ ബവ്വാലത, തഫ്തഹുൽ ഖാദിമത്തു അതായത് വേലക്കാരി, ഖാദിമത്ത് എന്ന് പറഞ്ഞാൽ വേലക്കാരി, അൽ ബവ്വാബത്ത ഗേറ്റ് തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും എന്നും പറയാം. അപ്പോൾ ഇതിന് എന്ത് ചെയ്താൽ മതി, തുഫ്തഹു എന്നാക്കിയാൽ മതി. തൂ ആക്കുക, ഇവിടെ ഓൾറെഡി താണുള്ളത് ലാസ്റ്റതിന് മുന്നുള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഒഴിവാക്കും. പിന്നെ എന്തിന്, ഇതിനെ ലമ്മ കൊടുത്ത് നിർത്തും. അപ്പോൾ തുഫ്തഹുൽ ബവ്വാബത്തു എന്നാകും. തുഫ്തഹുൽ ബവ്വാബത്തു, ഗേറ്റ് തുറക്കപ്പെടും. അടുത്തത് യൻസിലുല്ലാഹുൽ മത്ര, അള്ളാഹു മഴ വർഷിക്കുന്നു അല്ലെങ്കിൽ വർഷിക്കും എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ യു എന്നാക്കിയാൽ മതി. ലമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള കിസറാണ്, അതിനെ ഫതഹാക്കുക. യുൻസലുൽ മത്തറു. അപ്പോൾ ഇതിൻ്റെ ഏറാബ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഈ നിഷാൻ, ഈ അടയാളം എന്ത്, അത് നേരെ എന്തിനു കൊടുക്കുക, ഈ മഫൂൽ ബിഹിക്ക് കൊടുക്കുക. അപ്പം എന്തായിരിക്കും, യുൻസലുൽ മത്തറു എന്നാകും. ഇനി അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കാം. നുഹവ്വിലു നായിബ ഫായിൽ മഫൂലം, നുഹവ്വിലു മാറ്റി ചെയ്ത എന്ത് ചെയ്ത, നായിബ ഫായിലിനെ മാറ്റി ചെയ്ത നായിബ് ഫായിലിനെ മഫൂലായിട്ട് വനക്തുബുൽ ജുമലൻ മുഫീദൻ കമാഫിൽ മിസാലി, മിസാലിലുള്ള ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ഒരു പൂർണ്ണ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ എന്താ പറഞ്ഞാൽ, നായിബ് ഫായിലിനെ മഫൂലാക്കി മാറ്റി. നായിബ് ഫായിലിനെ എന്താക്കണം, മാറ്റണം, മഫൂലാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ജുംല എഴുതാൻ. എങ്ങനെ എഴുതാൻ നോക്കാം. നായിബ് ഫായിലിനെ മഫൂലാക്കി മാറ്റിയിട്ട് ജുംല എഴുതാം. അപ്പോൾ നേരത്തെ പഠിച്ചതിൻ്റെ നമ്മൾ തിരിച്ചിട്ടാണ് എഴുതുന്നത്. ഫീലാണ് ഖുത്തിലത്തിൽ ഹയ്യത്തു, പാമ്പ് കൊല്ലപ്പെട്ടു. ഇതെന്താണ്, മജൂലായ ഫീലാണ്, ആരാണ് കൊന്നെന്നില്ല. അപ്പം എന്ത് ചെയ്തു, കുത്തിലത്ത് നിയമമൊക്കെ ശരിയാണ്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ എന്താക്കണം, അതിനെ മുഫീദായ ജുംല നുഹവ്വിലു നായിബ് ഫായിലിനെ മഫൂലായി മാറ്റി. അപ്പം നായിബ് ഫായിൽ ഇതാണ്, നായിബ് ഫായിൽ എന്ന് പറഞ്ഞതാണ് ഫായിലിന് പകരം വന്ന ആൾ. ഇതിനെ മഫൂലാക്കിയിട്ട്, അതായത് യഥാർത്ഥ സെൻറ്റൻസ്, നേരത്തെ ഉണ്ടായിരുന്ന സെൻറ്റൻസ്, ഒറിജിനൽ സെൻറ്റൻസ്, അതിനെ നമുക്ക് ആക്കി മാറ്റാം. എങ്ങനെ, ആദ്യം ഇവിടെ കത്തലാന്ന് എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് റജുലു, ആ ഒരാളെ പേര് കൊടുക്കുക. ഇവിടെ പേര് പറയപ്പെട്ടില്ല. അപ്പോൾ റജുലു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ കൊന്നു. അൽ ഹയ്യത്തിനെ കൊന്നു. ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൊന്നു. ഇവിടെ എന്തുകൊണ്ട് കത്തലത്ത് എന്ന് പറഞ്ഞില്ല എന്ന് ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ താ ഉണ്ടായതുകൊണ്ട് ഇവിടെ താ കൊടുത്തതാണ്. അതാണ് അവിടെയുള്ള വിഷയം കേട്ടോ. ഇനി അടുത്തത് സുരിക്കൽ മാലു, സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു. സമ്പത്ത് എന്ത് ചെയ്തു, മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സുരിക്കാന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് മാറ്റണം. അപ്പോൾ കള്ളൻ സമ്പത്ത് കട്ടുന്ന എഴുതിയാൽ മതി. സെറ്റാവൂലേ, റെഡിയാവും ഇൻഷാ അല്ലാ. അപ്പോൾ സറഖ ലിസ്സു മാലൻ. അപ്പം എന്താ പറയുക, സറഖ ലിസ്സു സെരിക്ക എന്നാണ് കൊടുക്കട്ടെ. സറഖ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെരിക്ക, ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. സെരിക്ക ലിസ്സു മാലൻ, സെരിക്ക എന്ന് കൊടുക്കുക, ലിസ്സു മാലൻ. അപ്പോൾ കള്ളൻ എന്ത്, സമ്പത്ത് മോഷ്ടിച്ചു. ഇതിനെ നമ്മൾ എന്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് നായിബ് ഫായിലായിട്ടുള്ള സെൻറ്റൻസ് ആണ്, അതായത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു സബ്ജക്റ്റിനെ കൊണ്ടുവന്നു, ഒരു ഫായിലിനെ കൊണ്ടുവന്നു ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി യുഫ്തഹു ഷുബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനവാതിൽ തുറക്കപ്പെടും. എന്ത് തുറക്കപ്പെടും, ഇത് മാറൂഫല്ല, മജ്ഹൂലായ ഫീലാണ്. ഇത് മുലാരിയിലുള്ളതാണ്, നമ്മൾ പറഞ്ഞില്ലേ യാ. അപ്പോൾ നിയമം വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അതിനെ കൃത്യമായിട്ട് എഴുതാം. യഫ്തഹു വലതു, കുട്ടി തുറക്കും, ഷുബാക്കൻ ജനവാതിലിനെ തുറക്കും. കിട്ടിയല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. യുൻസറുൽ ഫക്കീർ ദരിദ്രൻ സഹായിക്കപ്പെടും. അപ്പം നമ്മൾ ഇവിടെ ഫായിലിനെ കൊണ്ടുവരണം. അപ്പോൾ ഇതിലുള്ള ചേഞ്ചസ് വരുത്തണം. അപ്പോൾ യൻസുറുൽ ഗനിയുൽ ഫക്കീറ, ഇവിടെ നമ്മൾ ആരെ കൊണ്ടുവന്നു, ഫായിലിനെ കൊണ്ടുവന്നു. ഇവിടെയുള്ള ഈ രൂപത്തെ മാറ്റി, രൂപത്തെ നസറ യൻസുറു എന്ന് പറയാം. യൻസുറു എന്ന് പറഞ്ഞാൽ യുൻസറു എന്നുള്ളത് നമ്മൾ മജൂലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ്. ഇനി അടുത്തത് ധനികൻ ദരിദ്രനെ സഹായിക്കപ്പെടും.
അല്ലെങ്കിൽ സഹായിക്കപ്പെടുന്നു പറയില്ല, അവിടെ സഹായിക്കും എന്ന് പറയുള്ളൂ. നീ കുരിയത്തിൽ ജരീദത്തു, പത്രം വായിക്കപ്പെട്ടു. അപ്പം നമ്മളൊരു ഫായിൽ അവിടെ കൊണ്ടുവന്നാൽ മതി, കറ. അപ്പം ഇന്ന് കുരിയത്ത് എന്തുകൊണ്ടാണ് തീ കൊടുത്തതെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ താ ഉണ്ടായത് കൊണ്ടാണ്, മോനസ് ആയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരുന്ന കറ എന്നാണ്, ഖറാൻ എഴുതി. ഇനി ഉപ്പ, നിങ്ങൾക്ക് ആരെ പേരും വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ ഉപ്പാൻ്റെ പേര് കൊടുത്ത് അൽ അബു, ഉപ്പ വായിച്ചു, അൽ ജരീദത്ത, പത്രം വായിച്ചു, ഉപ്പ പത്രം വായിച്ചു, അല്ലെങ്കിൽ പിതാവ് പത്രം വായിച്ചു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് താ കൊടുക്കാത്തതെന്ന് കിട്ടിയിട്ടുണ്ടാവും, ഇത് മുതക്കറാണ്, അതുകൊണ്ടിട്ട് നമ്മൾ മുതക്കറാക്കി നിർത്തി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. യുഗലക്കുഷാരിയോ, റോഡ് അടക്കപ്പെടും. യുഗലക്കുഷാരിയോ എന്ന് പറഞ്ഞാൽ റോഡ് അടക്കപ്പെടും. ഓക്കെ, ഇതിനെ എന്താക്കണം, നമുക്ക് മാറൂഫാക്കി മാറ്റണം, അതായത് ആക്റ്റീവ് വേഴ്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ യഗ്ലിഖുൽ ആമിലു, ജോലിക്കാരൻ, തൊഴിലാളി അടക്കും, അല്ലെങ്കിൽ അടക്കുന്നു. അശാരിയ, റോഡ് അടക്കുന്നു, തൊഴിലാളി റോഡ് അടക്കുന്നു. അപ്പോൾ തൊഴിലാളിനെ നമ്മൾ കൊണ്ടുവന്നു. അടുത്തത് മുലി അൽ ഇനാഉ, പാത്രം നിറക്കപ്പെട്ടു. മുലി അൽ ഇനാഉ എന്ന് പറഞ്ഞാൽ പാത്രം, ഇന എന്ന് പറഞ്ഞാൽ പാത്രം. അപ്പോൾ ഇത് പാസീവ് വോയിസിലുള്ളതാണ്, ആക്റ്റീവ് വോയിസ് അല്ല. നമ്മൾക്ക് ആക്റ്റീവ് വോയിസ് ആക്കണം അതിനെ. മല ഖാലിദുൻ ഇനാൻ, മല ഖാലിദുൻ ഇനാൻ. എന്ത് ഖാലിദ് എന്ത് ചെയ്തു ഇവിടെ? ഖാലിദ് ഒരാളെ ആരെ പേരും കൊടുക്കാം, നമ്മളിവിടെ ഖാലിദിൻ്റെ പേര് കൊടുത്തു. മല, മുലിയ എന്നുള്ളതിൻ്റെ മാലിയായിട്ടുള്ള ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല എന്നാണ്. അത് ഇൻഷാല്ല നമ്മൾ ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരും ക്ലാസ്സുകളിലൊക്കെ ഇൻഷാല്ല പഠിക്കും. മല ഖാലിദ്, ഖാലിദ് നിറച്ചു, ഇനാൻ പാത്രം. അപ്പോൾ ഖാലിദ് പാത്രം നിറച്ചു എന്നാണ് അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ ഒരു മാറൂഫായ ഫീലിനെ മജ്ഹൂലാക്കണം, അതായത് ആക്റ്റീവ് വേഴ്സിനെ പാസീവ് വേഴ്സ് ആക്കണം, പാസീവ് വേഴ്സിനെ ആക്റ്റീവ് വേഴ്സ് ആക്കണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ അധ്യായത്തിൽ പഠിച്ചു. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.